പഴയ നിയമകാലത്തിൽ പ്രമുഖ പ്രവാചകൻ ശ്രീ ശമൂവേൽ തന്റെ ഒന്നാം പുസ്തകത്തിന്റെ 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കുറിച്ചു: മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ. ബഹ്റൈൻ മലയാളി സി പാലേഷ് യുവജന പ്രസ്ഥാനം ചുരുങ്ങിയ സമയം കൊണ്ട് ചിട്ടപ്പെടുത്തി അഭിമാന പുരസ്സരം നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു. ഒരു ചെറു നാടകാവിഷ്കാരം, വഞ്ചിത നന്മ. ഇവിടെ യഹോവ ശമൂവേൽ പ്രവാചകനോട് തന്റെ ജനമായ ഇസ്രായേലിന് ഒരു പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുവാനും ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ കൊടുത്ത മർമ്മപ്രധാനമായ മാനദണ്ഡമായിരുന്നു ഈ 7-ാം വാക്യം: മനുഷ്യേന്ദ്രിയങ്ങളെ ഒരു പക്ഷേ നമ്മൾക്ക് ബാഹ്യ നന്മകൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ മനസ്സിനുള്ളിലെ വികാര വിചാരങ്ങളെ എത്ര തന്നെ മുഖംമൂടികളാൽ മറച്ചാലും കർത്താവിന്റെ മുന്നിൽ സകലവും പുറപ്പെട്ടിരിക്കുന്നു. ബാഹ്യ പ്രകടനങ്ങളെ നന്മകളാൽ നാം മറ്റുള്ളവരെ വഞ്ചിക്കുന്നു എന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ വഞ്ചിക്കപ്പെടുന്നത് നാം തന്നെയാണ്. തെറ്റുകൾ ഉണ്ടാകാം, കുറവുകൾ ഉണ്ടാകാം. സാധനം ക്ഷമിക്കണമെന്നോ ഈ നാടകം വിജയകരമായി പൂർത്തിയാക്കുവാനുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കാളികളാകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ അവസരം നൽകിയ അമ്മച്ചിയോടും പിന്നെ നിങ്ങളേവരോടും നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. വഞ്ചിത നന്മ. അവന്റെ ആലയം പണിയാനുള്ള ഭാഗ്യത്തിലേക്ക് ശലോമോനെ എത്തിച്ചു. തന്റെ പ്രശ്നങ്ങൾ തുറക്കുവാനുള്ള ജ്ഞാനത്തിനായി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന്റെ പ്രശസ്തി കേട്ടതിന് അനേകർ അവനെ കാണാൻ
ഇത്രയും ദൈവഭയമുള്ള ഒരു കുഞ്ഞിനെ നമ്മുടെ ഇടവയിൽ കാണാൻ കിട്ടുകയില്ല. എന്ത് മിടുക്കിയാണ് അവൻ. കണ്ടു പഠിക്കണം. നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ പഠനം കഴിഞ്ഞ് ആദ്യം തന്നെ ജോലി ലഭിച്ചത് വിജിക്കാണ്. പിന്നെ അവളുടെ പ്രസംഗത്തിലുള്ള കഴിവ് അത് തികച്ചും അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങൾ യുവജന അംഗങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. യുവജന പ്രസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ എന്റെ പ്രസംഗിക്കാനുള്ള കഴിവിനെ വളർത്തിയെടുത്തത്. വളരെ സന്തോഷം. ഇനി എന്താ നമ്മുടെ യോഗത്തിൽ അജണ്ട പ്രകാരം എന്താണാ ഇതിലും ചെറിയ പേപ്പറൊന്നും കിട്ടിയില്ലേ? അതിലും ഭേദം കൊണ്ടുകടലാസ് സ്തോത്രാഴ്ച എടുക്കാം. വേണോ? സ്തോത്രാഴ്ച ഇല്ലെങ്കിൽ നമുക്ക് യോഗം പിരിച്ചുവിടാം. ആരെങ്കിലും പ്രാർത്ഥിച്ചാട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ മോനെ പ്രാർത്ഥിച്ച. എല്ലാവർക്കും കണ്ണടച്ച് പ്രാർത്ഥിച്ചാലേ. എല്ലാവരും കണ്ണടച്ചാട്ടെ. എന്നോടല്ലടാ പറഞ്ഞ കണ്ണടക്കാൻ. കുമ്പളം മുളയ്ക്കോ? ദൈവാത്മാവ് തോന്നിപ്പിക്കുന്ന ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കണ്ണു പ്രസ്ഥാനമായി അവന്റെ സന്നിധിയുടെ അപ്പനിലേക്ക് അവന്റെ കരുതനായ സ്നേഹിതനെ അടിക്കുന്ന സഭയങ്ങളെ ഏൽപ്പിക്കുന്നു. അടിക്കുന്ന യുവജന പ്രസ്ഥാനത്തോട് എല്ലാം ഏൽപ്പിക്കുന്നു. എല്ലാം നാമത്തിനെ തീരടയ്ക്കുന്നു. നിന്നെ ഈയിടെയായി സ്ഥിരമായി പള്ളിയിൽ കാണാറില്ലല്ലോ. അന്ന് വന്നെന്ന് കരുതി ഇപ്പൊ വരാതിരിക്കണം. ഇതൊന്നും അത്ര ശരിയല്ല. ദൈവത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അത് കൊടുക്കണം. മക്കളെ നിങ്ങൾ കഴിച്ചാണോ? വാട്സപ്പിലിട്ട് തന്നാ മതിയാടാ കുഴിമന്തി. പൈസ കൊടുത്താൽ മതി. കുഞ്ഞുനാൾ മുതൽ ഞാനല്ലേ ഇവിടെ എല്ലാത്തിനും ഫസ്റ്റ്. അതിപ്പോ സൺഡേ സ്കൂളായാലും ഞാനല്ലേ ഏറ്റവും മുന്നിൽ. പിന്നെ നമ്മുടെ അച്ഛൻ പോലും നമ്മളൊന്നും പ്രസംഗിക്കില്ലെന്നേ. ദൈവദോഷം പറയാമോ? നിന്റെ മിടുക്കൊക്കെ ദൈവം തന്ന അനുഗ്രഹമാണ്. അതിൽ അഹങ്കരിക്കല്ല വേണ്ടത്. ദൈവത്തിനോട് നന്ദി പറയണം. ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടാണ് എല്ലാത്തിനും കേമിയായത്. അതിനെനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് മണ്ടനിക്കോ? നീ എന്താണ് യൂത്ത് മീറ്റിംഗിൽ വരാഞ്ഞേ? അതെ, ഇങ്ങനാണോ അമ്മയെ വിളിക്കുന്നത്? അവനെന്താ പേര്? അതെ പേരുണ്ട്, പക്ഷെ അതിന് ചേർന്ന പേര് ഇല്ല, മണ്ട്. ഈയിടെയായിട്ട് നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് മോനെ. നീ ഞാൻ അടുക്കളയിലോട്ടൊന്ന് പോട്ടെ, കുറച്ച് പണി. ഞാൻ യൂത്ത് മീറ്റിംഗിന് വരാൻ ഇറങ്ങിയത്. അപ്പോ വരുന്ന വഴിക്ക് കിഴക്കേപ്പറമ്പില്ല ഫിലിപ്പോസ് തന്നെ നടക്കാൻ വയ്യ. വീട് വരെ പോകാൻ കൂട്ട് വരാമെന്ന് എന്റെ പ്രസംഗം ഞാൻ ഉണ്ടായിരുന്നു. ഫിലിപ്പോസ് അച്ചായന്റെ ഇളയമോൻ നാട് വിട്ടു പോയി തിരിച്ചു വന്നു. ഏയ് അവൻ വന്നിട്ടില്ല. അവിടെ ഒരു ഭദ്രകാളി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് പേര്? മഞ്ജു. അവൾ വന്ന ശേഷം അവർക്ക് തീരെ സമാധാനം കിട്ടിയിട്ടില്ല.
സഹായിക്കാൻ പറ്റുമ്പോ സഹായിക്കും. അതാ എന്റെ പാവം തീരെ വയ്യായിരുന്നു. ആ അതുകൊണ്ടേ നിന്റെ പ്രസംഗം എന്തായി അത് പറ. ചോദിക്കാൻ എന്തിരിക്കുന്നു ഞാൻ നന്നായി പറയാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ആ ചിരിക്കുടുക്ക ജോബിലില്ലേ ആ ഡൗട്ട് അതെന്നുള്ള ഒരു ഡൗട്ട്. ഞാൻ വിടോ ഞാൻ നേരത്തെ പൊരിച്ചു കൊടുത്തു. നന്നായി അവനൊരു കൂടുതൽ. പിന്നെ അച്ഛൻ എന്നെ പറ്റി പൊക്കി പറയും. പക്ഷെ പോരാ, ഇത്രയൊന്നല്ല പറയേണ്ടിയിരുന്നത്. എന്തൊക്കെ പറയുന്നു. ഞാനല്ലേ ഇവിടെ പണ്ട് തൊട്ടേ എല്ലാത്തിനും ഫസ്റ്റ്. അതെ. ബൈബിൾ റീഡിംഗ്, ബൈബിൾ ക്വിസ്, പാട്ട്. അപ്പൊ എന്റെ പ്രസംഗത്തെ പറ്റി മാത്രം പറഞ്ഞ ശരിയായി. എടി ഈ വന്ന കാലത്ത് ഒരാൾ മറ്റൊരാളെ പറ്റി നല്ലത് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് നിന്നെ പോലെ സാധാരണക്കാരെ പറ്റി. ഞാനെങ്ങനെയാണോ എന്റെ ലെവൽ അതാണ്. എന്റെ അവാർഡ്സും സർട്ടിഫിക്കറ്റ്സും വെക്കുവാൻ വേണ്ടി മാത്രം എന്റെ അപ്പ ഇവിടെ ഒരു മുറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയോ? അതിന്റെ കട തീർക്കാൻ അങ്ങേ ഇപ്പോഴും കേൾക്കും. എന്റെ അമ്മോ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അച്ഛൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇവിടെ ആദ്യം ജോലി കിട്ടിയത് എനിക്കാണ്. അല്ല പിന്നെ ഇവിടെ വേറെ ആർക്ക് ജോലി ഉണ്ടാവുന്നത്? ജോലിയൊക്കെ എല്ലാവർക്കും കിട്ടുവടി. ദൈവം എല്ലാവർക്കും വേണ്ടി കരുതിക്കൊണ്ടു. അതുകൊണ്ട് നീ എന്നാ ജോലിക്ക് ജോലി ചെയ്യുന്നത്? അടുത്ത സൺഡേ ഞാൻ ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക്. എന്തൊക്കെയുണ്ട്? ഞാൻ നമ്മുടെ കിഴക്കേപ്പറമ്പിലെ ഫിലിപ്പോസിന്റെ വീട്ടിൽ വരെ വന്നു. അവിടെ ആ ബെന്നിയുടെ അമ്മായപ്പനില്ലേ, ആ വാട്ടർ ടാങ്ക്, അയാള് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിലേ പോയി നിങ്ങളെയൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. എന്ത് പറയുന്നു നമ്മുടെ ബിച്ചിമോൾ? ഒന്നും പറയണ്ട അച്ഛോ, അവളുടെ
അവളോ വിളിക്കാറില്ല. എന്നാ അങ്ങോട്ടേക്ക് വിളിച്ചാലോ ഭയങ്കര ദേഷ്യം. പള്ളിയിൽ പോകാറില്ല. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞാലോ ചാടിക്കടിക്കാൻ പറ്റും. നമ്മുടെ ബിജിമോളും മോളിക്കുട്ടി വിഷമിക്കണ്ട. ഇതൊക്കെ ദൈവത്തിന്റെ ചെറിയ പരീക്ഷണങ്ങളായി. നമുക്ക് പ്രാർത്ഥിക്കാം. വിജി വിജി ആ അനി വിജി വന്നു പറഞ്ഞു. എന്ത് പറ്റി അനി? അനിക്ക് വയ്യേ? എന്തെങ്കിലും അസുഖമുണ്ടോ? പറയണ്ട മോനെ, കുറച്ചു നാളായി ആൾക്കൊരു വല്ലാത്ത പ്രകൃതം. ഇൻഫോസിസിലെ ജോലി പോയപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്ത് ചോദിച്ചാലും ഭയങ്കര ദേഷ്യം. മോനെ വിളിക്കാറില്ലായിരുന്നു. അനി അവിടെ നിന്ന് കാണാൻ പറ്റുമോ? മോനെ വിജി ഒന്നിങ്ങ് വന്നേ. എടാ മണ്ടൻ ജോണേ, ഏതായാലും അത് നീ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടേ എന്ത് പറ്റി? നീ വലിയ മൂടമാണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നും ഇല്ലടോ. വേറൊന്നുമില്ലെങ്കിൽ ഞാൻ പോയി കിടക്കട്ടെ. ഇല്ലേ അനി, ഞാൻ അവളോട് സംസാരിക്കും. അനി ഒന്ന് അറിയിക്കും. ഒന്നുമില്ലടാ, മനസ്സിനൊരു സുഖമില്ല. എന്ത് ചെയ്തിട്ടും ഒരു സന്തോഷമില്ല. എന്തൊക്കെയോ ഇല്ലാത്ത പോലെ. ചിലപ്പോ മനസ്സമാധാനായിരിക്കും. നിനക്കറിയാലോ, കുഞ്ഞുനാളെ തൊട്ട് ഞാൻ എന്ത് മിടുക്കിയ. ഇന്നേ വരെ ഒരു ചീത്ത കൂട്ടിട്ടിലും പോയി വീണിട്ടില്ല. എന്നിട്ടും ദൈവം എന്റെ ജോലി കളഞ്ഞു. ആഹാ, ജോലി കിട്ടിയപ്പോ അത് നിന്റെ കൈകൊണ്ടാണെന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് പോയപ്പോ ദൈവമോ? നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നില്ല ചോദിച്ചേ. നീ പോയ 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 ഇല്ലേ? സോറി, നീ കാര്യം ജോലി പോയി. വളരെ ചെറിയൊരു മിസ്റ്റേക്ക്. ജോലി പോകത്തൊക്കെ തെറ്റാണെന്ന് ചോദിച്ചാ അല്ല. എന്നിട്ടും അവരെന്നോട് പിന്നെ ഞാൻ വിശ്വസിച്ച ഒരാൾ പറഞ്ഞ പ്രകാരം ലോൺ എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഒരു വലിയ തുക നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റിൽ എന്റെ വണ്ടി തകർന്നു. കഷ്ടകാലത്തിന് ഞാൻ അതിന്റെ ഇൻഷുറൻസ് കൊടുക്കാൻ വന്നു. ഇപ്പൊ ലോൺ അടവ് തെറ്റി കടത്തുമേ കടാണ്. ഇതൊന്നും പോരാതെ ഇപ്പൊ അമ്മയ്ക്കൊരു അസുഖം. മോളെ, നീ എന്റെ കാര്യമൊത്ത് വിഷമിക്കണ്ട. അതൊക്കെ ശരിയാകും. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്.
എനിക്കും ഉണ്ടായിരുന്നു വിശ്വാസം. പക്ഷേ ഈ സംഭവിക്കുന്നതൊക്കെ നോക്കുമ്പോ നിനക്കിപ്പോ എന്ത് സംഭവിച്ചതാ നീ പറയുന്നു? നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ നീ ഉൾപ്പെടെ പലരും എന്നെ മണ്ടനെന്ന് വിളിച്ച് കളിയാക്കി. എനിക്ക് എന്തോരം സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന് നീ ആലോചിക്കുന്നു. ഇല്ല, അപ്പന്റെ ബിസിനസ് തകർന്ന് കടഭാരത്താൽ വീട് വരെ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ മാനസികാവസ്ഥ. പക്ഷേ അവിടെയൊക്കെ എന്റെ എല്ലാ സങ്കടങ്ങൾക്കും എന്റെ ദൈവം എനിക്ക് മറുപടി നൽകുമായിരുന്നു. മറുപടിയോ? വെറുതെ പറയാതെ. ദൈവം നിനക്ക് എങ്ങനെ മറുപടി നൽകിയെന്ന് നീ പറയുന്നേ? ബൈബിൾ വായിക്കണേ. ദൈവം ബൈബിളിൽ കൂടെ നമ്മളോട് സംസാരിക്കും. ഒന്ന് പോമേ. ഞാൻ എന്തോരം ബൈബിൾ വായിച്ചിട്ടുണ്ട്, എത്ര പ്രസംഗം എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ദൈവം എന്നോട് സംസാരിച്ചിട്ടില്ല. അല്ല മോളെ, ദൈവം സംസാരിക്കും. പക്ഷെ അതിന് നീ ഇങ്ങനെ ചോദിച്ചാൽ പോരാ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദൈവം തന്ന കഴിവുകളെയൊക്കെ നീ നിന്റെ അഹങ്കാരമായിട്ട് കണ്ടു. ദൈവത്തിന് കൊടുക്കേണ്ട വില നീ കൊടുത്തില്ല. പള്ളിയിൽ പോകുന്നതിനും പ്രാധാന്യം നീ മറ്റു പലതിനും കൊടുത്തു. ബൈബിള് വായിക്കുന്നതിന് പകരം മൊബൈൽ നോക്കി. ജോലിയുടെ പേരും പറഞ്ഞു എല്ലാ പ്രാർത്ഥനയും മുടക്കി. അത് നീ ദൈവത്തിനോട് മാപ്പ് പറഞ്ഞു, എന്നിട്ട് പ്രാർത്ഥിക്കും. എല്ലാം ശരിയാകും. ജോൺ, അല്പം ചായ. ഈ അമ്മ ഞാനെപ്പോഴാ ദൈവത്തിന് വില കൊടുക്കാഞ്ഞേ? അമ്മ പറയുന്നതിന് കാര്യമുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടും അവന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ. ദൈവം നമ്മളോട് സംസാരിക്കും പല രീതിയിൽ. ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കുമ്പോൾ എനിക്കതിൽ നിന്നും ഒരു സമാധാനം ലഭിക്കും. എങ്ങനെയോ ഞാൻ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ എനിക്കതിലൂടെ കിട്ടും. നിനക്കറിയാമോ, ശലോമോൻ രാജാവിന് ദൈവം മഹാജ്ഞാനം. ലോകമെമ്പാടുമുള്ളവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ഉത്തരങ്ങൾക്കായി വന്നുകൊണ്ടേ. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തു. മറ്റു ദൈവങ്ങളെ ആരാധിച്ചു. അയാൾക്ക് കിട്ടിയ മഹാജ്ഞാനമൊന്നും ആ തെറ്റ് തിരുത്തുന്നത് അയാളെ സഹായിച്ചു. ആ മഹാജ്ഞാനി തകർന്നു. നിന്റെ കാര്യം മറിച്ചല്ല. നീ ഒരുപാട് കഴിവുള്ളവളാണ്, നല്ല ബുദ്ധിയുള്ളവളാണ്, ബൈബിൾ പഠിച്ചവളാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നീ നിന്നെ തന്നെ ദൈവത്തിന് മൂടി വെച്ചു. ഓർത്ത് നോക്ക്. സാധിക്കുമെങ്കിൽ നീ ശരിക്കൊന്ന് പ്രാർത്ഥിക്കും. ദൈവം നിന്നോട് സംസാരിക്കും. അപ്പോൾ നിന്റെ ഈ വിഷമങ്ങൾക്കൊക്കെ നിനക്ക് മറുപടി ലഭിക്കും. എനിക്ക് ഞാൻ അങ്ങനെയായിരുന്നോ? നിനക്കെന്തോ കുറവുണ്ടെന്ന് നീ പറഞ്ഞിരുന്നു. ആ കുറവ് അത് ദൈവം തന്നെയാണ്. അത് നിന്റെ ഉള്ളിൽ വന്നാൽ നിനക്കൊരു മനസ്സമാധാനം ലഭിക്കും. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും.
സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പിന്നെ വരാമേ. ആന്റിയോട് പറഞ്ഞേക്കേ. ഞാനും വിവേകവും Thank you.